Dear friends, today we are discussing about section of solids. So, in orthographic view, the invisible and interior details of objects are usually represented by dotted lines. But these dotted lines are numerous, the drawing is very difficult to understand. In order to avoid this difficulty, it is usually imagined that the object is being cut by a completely or partially by a plane which is known as the cutting plane. Cutting plane or section plane. So, the portion of object between the section plane and the observer is assumed to be removed to show the invisible and interior details of an object clearly. So, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ അതിനെ ഇൻസൈഡ് വ്യൂസ് ലൈക്ക് വ്യൂ എഡ്ജസ് വിസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഡോട്ടഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ആ ഡോട്ടഡ് ലൈൻസ് കൂടിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ വെച്ച് അതിനെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വ്യൂ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ആ പ്ലെയിൻസിനെ പറഞ്ഞ പേരാണ്, ആ കട്ട് ചെയ്ത പ്ലെയിനെ നമ്മൾ പറഞ്ഞ പേര് കട്ടിംഗ് പ്ലെയിനോ സെക്ഷൻ പ്ലെയിനാണെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തതിന് റിമൈനിങ് പോർഷൻ്റെ വ്യൂ, അതാണ് സെക്ഷൻ പ്ലെയിൻ എന്ന് മീൻ ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് നമുക്കിനി അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ ടൈപ്പ് പ്ലെയിൻസ് ഉണ്ടെന്ന് അറിയണം. ടൈപ്സ്. അപ്പം മെയിനായിട്ടുള്ള പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എ കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. എച്ച് പിക്ക് പാരലൽ, വി പിക്ക് പെർപെൻഡിക്കുലർ. സെക്കൻഡ് വൺ എ plane, cutting plane perpendicular to HP and parallel to VP. Third one, a cutting plane which is perpendicular to VP and inclined to HP. Inclined to HP. And fourth one, perpendicular to HP and inclined to VP. And last one, perpendicular to both HP and VP. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് നമ്മളൊരു കട്ടിങ് ഒരു ക്വാഡ്രൻ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഇതൊരു കട്ടിംഗ് പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് വൺ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു perpendicular to VP and parallel to HP നമുക്ക് ആദ്യം നോക്കാം. അപ്പം പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ദിസ്. സി നോക്കാം, ലൈക്ക് ദിസ്. അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിനെ നമ്മൾ സെക്ഷൻ പ്ലെയിനെ കട്ടിംഗ് പ്ലെയിനെ പറയുന്നത് എച്ച് പിക്ക് പാരലൽ, വി പിക്ക് പെർപെൻഡിക്കുലർ. ഓക്കെ, എച്ച് പിക്ക് പാരലൽ, വി പിക്ക് പെർപെൻഡിക്കുലർ. Second one, perpendicular to HP and parallel to VP. Perpendicular to HP and parallel to VP. VP के parallel HP के perpendicular. VP के parallel HP के perpendicular പറയുമ്പോൾ like this. അപ്പം HP के perpendicular ആണ്, VP ക്ക് ഇത് cutting plane parallel ആണ്. അപ്പം second one okay ആണ്. ഇനി third one, perpendicular to VP and inclined to HP. പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പം കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്യും. പാരലല്ല, ഇൻക്ലൈൻഡ് ആണ്. എച്ച് പിക്ക് ഇൻക്ലൈൻഡ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത് പോകും. ആൻഡ് ഫോർത്ത് വൺ, അപ്പം ഇതിൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ലൈക്ക് ടോപ്പ് വ്യൂ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ perpendicular to HP, inclined to VP. HP ക്ക് perpendicular, VP ക്ക് inclined. അപ്പോൾ like this ഇങ്ങനെ കട്ടായിപ്പോ. ഓക്കെ, ഇത് HP ക്ക് പെർപെൻഡിക്കുലറും വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിക്കും വി പിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈക്ക് ദിസ്. ഇത് എച്ച് പിക്കും വി പിക്കും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 5 വ്യൂസ് ആണ് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻസ് ആണ് നമുക്കുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷമുള്ള വ്യൂസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, സി ഫോർ ഇമാജിൻ, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ഒരു കോൺ ഞാൻ അസ്യൂം ചെയ്തു. ആ കോണിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തു. സി ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു അനദർ കോണും കൂടെ ഞാൻ വരയ്ക്കാം. ഈ കോണിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് 2 കോൺ ഞാൻ അസ്യൂം ചെയ്തു. സി ഒരു കട്ടിംഗ് പ്ലെയിൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് HP-ക്ക് പാരലൽ VP-ക്ക് പെർപെൻഡിക്കുലർ. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇത് HP-ക്ക് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ്റെ കോണുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഈ കട്ടിംഗ് പ്ലെയിൻ HP-ക്ക് പാരലൽ VP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഒരു കോണിനെ നമ്മൾ ഇങ്ങനെ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ കാണാൻ പറ്റുന്നത് സർക്കിളാണ്. ഓക്കെ, ബട്ട് വേറൊരു കേസ് ഞാൻ എടുത്തു. ഇവിടെ ഒരു കോണാണ്, സെയിം കോൺ തന്നെ, ബട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻക്ലൈൻഡ് ടു HP-ക്ക് ഇൻക്ലൈൻഡും VP-ക്ക് പെർപെൻഡിക്കുലർ. HP-ക്ക് ഇൻക്ലൈൻഡ് VP-ക്ക് പെർപെൻഡിക്കുലർ ഇങ്ങനൊരു പ്ലെയിൻ വെച്ച് കോണിനെ ഞാൻ കട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യാണ്, ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനപ്പം ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു ചെറിയൊരു സർക്കിൾ കിട്ടും. ബട്ട് അത് ടോപ്പ് വ്യൂ ആണ്. അതൊരിക്കലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ചേട്ടത് 2 ഷേപ്പ് ഏതാണോ? അല്ല, ലൈക്ക് ദിസ് ഒരു ഓവൽ ഷേപ്പാണ്, എലിപ്സ് ഷേപ്പാണ്. അത് നമുക്ക് കാണുന്നത് ലൈക്ക് ഈ ഡയറക്ഷൻ നമ്മൾ നോക്കിയാലേ നമുക്ക് ആ എലിപ്സ് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ആ വ്യൂവിനെ പറയുന്ന പേര് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള വ്യൂ, അതായത് ആക്ച്വൽ ഫോം ഓഫ് കട്ടിംഗ് സർഫേസ് ഈസ് നോൺ ആസ് ദി ട്രൂ ഷേപ്പ്. ആക്ച്വൽ ഫോം ഓഫ് കട്ടിംഗ് ഫേസ്, ആ കട്ട് ചെയ്ത ഫേസിൻ്റെ ആക്ച്വൽ വ്യൂ എന്താണോ അതിനെ നമ്മൾ പറയുന്നത് ട്രൂ ഷേപ്പാണ്. ആക്ച്വലി ഇവിടുത്തെ ട്രൂ ഷേപ്പാണ് എലിപ്സ്. ടോപ്പ് വ്യൂ ബട്ട് സർക്കിൾ ആണ്, 2-2 ആണ്. അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ സെഷനിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകും. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് അറിയേണ്ട ബേസിക് കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് കട്ടിംഗ് പ്ലെയിൻ ഓർ സെക്ഷൻ പ്ലെയിൻ എന്നറിയാം, ഏതൊക്കെ മെയിൻ ആയിട്ടുള്ളതെന്ന് അറിയാം, ആൻഡ് ട്രൂ ഷേപ്പ് എന്ന കൺസെപ്റ്റ് അറിയാം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന ആ പ്ലെയിനെ പറഞ്ഞ പേര് കട്ടിംഗ് പ്ലെയിൻ ഓർ സെക്ഷൻ പ്ലെയിൻ. ആ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ റിമൂവ് ചെയ്ത്, ടോപ്പ് പോർഷനോ ബോട്ടം പോർഷൻ, മേജർ പ്രോബ്ലത്തിൽ നമ്മൾ ടോപ്പ് പോർഷനാണ് റിമൂവ് ചെയ്തത്. ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിമൈനിങ് പോർഷൻ നമ്മൾ വ്യൂ ചെയ്യുന്നതാണ് സെക്ഷണൽ വ്യൂസോ കട്ടിംഗ് വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ടൈപ്പ് പ്ലെയിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വ്യൂ വരയ്ക്കുമ്പോൾ അത് ട്രൂ ഷേപ്പ് ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയണം. ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രൂ ഫോം ഓഫ് കട്ടഡ് സർഫേസ്. കട്ട് ചെയ്ത സർഫേസിൻ്റെ ട്രൂ ഷേപ്പ് എന്താണോ അതിനെയാണ് നമ്മൾ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ടോപ്പ് വ്യൂലോ ഫ്രണ്ട് വ്യൂലോ നമുക്ക് കാണത്തില്ല. അപ്പം നമ്മൾ ആ കട്ടിംഗ് പ്ലെയിൻ്റെ ആ പ്ലെയിൻ എങ്ങനെയാണോ കട്ട് ചെയ്തതിന് അതിന് ടുവേർഡ്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഫേസ് ചെയ്ത് ആ പ്ലെയിനെ ഫേസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് തന്നെ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്താണ് ഇങ്ങനെ നോക്കിയാലേ നമുക്ക് അതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കും. അതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ട്രൂ ഷേപ്പ്, കട്ടിംഗ് പ്ലെയിൻ, ഇതൊക്കെ നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം.